തൗഹീദിന്റെ വിഷയത്തിലുള്ള പല ഹദീസുകളും ഉദ്ധരിച്ചത് സഹാബികളിലെ പണ്ഡിതന്മാരാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. തൗഹീദുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകൾ സഹാബികളിലെ പണ്ഡിതന്മാരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അബൂദർ അൽ ഗിഫാരി, മുആദ് ഇബ്നു ജബൽ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, സഹാബികളിലെ ഉലമാക്കൾ അവരുടെ അടുത്ത് നിന്നാണ് പലപ്പോഴും തൗഹീദിന്റെ ഹദീസുകൾ വന്നിട്ടുള്ളത്. കാരണം അവർ വിജ്ഞാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി ഇത് കണ്ടിരുന്നു. നിങ്ങൾ പ്രസിദ്ധമായ ഹദീസാണ് മുആദ് ഇബ്നു ജബലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. മുആദ്, നിനക്കറിയുമോ അള്ളാഹുവിനോടുള്ള ബാധ്യത, മനുഷ്യർക്കുള്ള ബാധ്യത എന്താണെന്ന് നിനക്കറിയുമോ? മുആദ് റളിയല്ലാഹു നിനക്കറിയാം, അഫ്ഖഹു സഹാബ, സഹാബികളിൽ ഇത്രയും അവഗാഹം ഉണ്ടായിരുന്ന ഒരാളില്ലായിരുന്നു എന്നാണ്. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതന്മാരിൽ ഗണിച്ചിരുന്ന ആളാണ്. മുആദ് ഇബ്നു ജബലിനോടാണ് ഇത് ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അൻ യഅബുദു വലാ യുശ്രികു ബിഹി ഷൈഅൻ. അള്ളാഹുവിന് അവൻ്റെ അടിമകളുടെ മേലുള്ള അവകാശം അവനെ മാത്രം ഇബാദത്ത് ചെയ്യാന്നുള്ളതാണ്. വലാ യുശ്രികു ബിഹി ഷൈഅൻ, അവനിലൊന്നിനെ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് ആരോടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? സഹാബികളിലെ പണ്ഡിതന്മാരോട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ വാക്കുകൾ കേൾക്കുന്നത് ചിലപ്പോഴെങ്കിലും ആവർത്തന വിരസതയാണ് ഉണ്ടാക്കുന്നത്. ഈ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, ശിർക്ക് ചെയ്യാൻ പാടില്ല, ഇത് എത്ര കാലമായി പറഞ്ഞ കാര്യമാണ്. പക്ഷെ അതേ കാര്യമാണ് ആരോടീ പറഞ്ഞു കൊടുക്കുന്നത്? മുആദിനോട് പറഞ്ഞു കൊടുക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആ വാക്ക് പോലും നമ്മളിൽ ചിലർക്കെങ്കിലും ആവർത്തിച്ച് കേട്ടത് കാരണത്താൽ ചിലർക്കെങ്കിലും അത് അലോസരമുണ്ടാക്കും.